ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കപ്പയും ചിക്കൻ കറി ഉണ്ടാക്കാൻ പോയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് അതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെഡിയാക്കി എടുക്കാം. നമ്മൾ കപ്പ പൊളിക്കാൻ പോയാണ്. അത്യാവശ്യം വലിയ കപ്പയാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും നമുക്ക് റെഡിയാക്കാൻ പെട്ടെന്ന് തന്നെ. അതാ ഹായ് പറ ദേവുട്ട, ഹായ് പറ, ഹായ് പറ ദേവുട്ട. ഓടി വേഗം തൊലി പൊളിച്ചതിലോട്ട് ഇടാം. വേവുള്ള കപ്പയാണെന്ന് അറിയില്ല, ഇനിയിപ്പോൾ റെഡിയാക്കിയൊക്കെ വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് കുക്കറിലിട്ട് വേവിക്കാനാണ്. അപ്പോഴത്തേനും പെട്ടെന്ന് വേവും. അപ്പോൾ അതാ നമ്മൾ കപ്പ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞു കൊടുക്കാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് കുക്കറിനകത്തിട്ട് വേവിക്കാനാണ്. അല്ലാതെ ഇത് നമ്മൾ സാധാ പുഴുങ്ങും പോലെ ഇങ്ങനെ 4 കഷ്ണം 5 കഷ്ണമാക്കിയിട്ട് നീളത്തിൽ പൊളന്ന് അങ്ങനെയും വേവിക്കാം. ഇപ്പം ഞാൻ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഇട്ടത്. പിന്നെ ചിക്കൻ കറിയുടെ കൂടെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, ഏത് രീതിക്കായാലും എടുക്കാം. ഇതിൽ ഞാൻ അങ്ങനെ കടുക് വറുത്ത് ചേർക്കുക അങ്ങനെയും ചെയ്യണില്ല കേട്ടോ. നമുക്കിപ്പോൾ കറിയുള്ള കാരണം അങ്ങനെ ചെയ്യണില്ല. അപ്പോൾ വെറുതെ കപ്പ ഇങ്ങനെ കുഴച്ച് കഴിക്കാനാണെങ്കിൽ പച്ചമുളകും മറ്റേ പെരിഞ്ചീരകം അതൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഒരു കുഴ പോലെ ആക്കും. ഇതിപ്പോൾ കറിക്ക് കൂട്ടാനായതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കണതേ ഉള്ളൂ. ഞാൻ അതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വെന്ത് വരുമ്പോഴേ ആ കളറൊക്കെ വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതാ അങ്ങനെ നമുക്ക് വേഗം തന്നെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതിപ്പോൾ അവർ കറക്റ്റായിട്ടുള്ള വലുപ്പത്തിൽ തന്നെ മുറിച്ച് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേഗം തന്നെ കഴുകി റെഡിയാക്കിയാൽ മതി. ഒത്തിരി വലിയ പീസൊന്നും അല്ല, നമ്മുടെ കണക്കിനനുസരിച്ചുള്ള പീസ് തന്നെ ആക്കി തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം അത് വൃത്തിയാക്കി എടുക്കാം. ഒരാൾ ഇടക്കിടക്ക് അടുക്കളയിൽ വന്നിട്ട് ഒരു സാധനം മേടിച്ചിട്ട് പോയി കഴിക്കാൻ. അവിടെ കൊണ്ടെല്ലാം വെതറിടാനായിരിക്കും. കഴിക്കണുണ്ടാ? ആ, കുറേശ്ശെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ. ഓക്കെ. വേദ ചേച്ചി എവിടെ? വേദ ചേച്ചി അവിടെ ഉണ്ടാ? പോയി നോക്കിക്കേ, വേദ ചേച്ചി ഉണ്ടാ നോക്കിക്കേ. എന്നപ്പാ വേദ ചേച്ചി ഉണ്ടാ? എനിക്ക് ചിക്കൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് പിച്ചി പറിച്ച് അത് ഒന്ന് 3-4 പ്രാവശ്യമെങ്കിലും കഴുകാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. അത് നല്ല ക്ലീനാണ്, എന്നാലും നമുക്കൊരു തൃപ്തിക്ക് പിന്നെ ഞാൻ ഒരു 3-4 പ്രാവശ്യമെങ്കിലും കഴുകും. നമുക്കിനി ചിക്കൻ കറിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വേഗം തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ എന്താ സവോളയും തക്കാളിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ അത് അരിഞ്ഞ് വയ്ക്കാം. അപ്പോൾ നമുക്കിതാ സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ലാസ്റ്റ് അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ചിക്കൻ കറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം അതും കൂടെ ചേർക്കും. അപ്പോൾ നമുക്കത് വേഗം അരിഞ്ഞെടുക്കാം. നല്ല കപ്പ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ അത് വെന്ത് വന്നപ്പോഴത്തേനും നല്ല മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇതാ വെന്തിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എല്ലാം കൂടെ മിക്സാക്കി, ഇതിപ്പോൾ കടുക് വറുത്ത് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാണ്ട് ഞങ്ങളിപ്പോൾ ചുമ്മാ എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ചിക്കൻ കറി ഉള്ള കാരണം ചുമ്മാ അതങ്ങ് ചിക്കൻ ഒഴിച്ച് കഴിക്കാനാണ്. കുഴ പോലെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് കഴിക്കാനാണ്, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യണില്ല. അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ കടുകൊക്കെ വറുത്ത് വറ്റൽമുളകൊക്കെ ചേർത്തിട്ട് തേങ്ങായൊക്കെ ഒതുക്കിയിട്ടൊക്കെ വെക്കാം. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് സവോളയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഇതിനകത്തോട്ട് വേപ്പിലയും കൂടെ ഇടും. ഞാൻ പച്ചമുളക് അങ്ങനെ അധികം ചേർക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ മുളക് പൊടിയും ചിക്കൻ മസാലയുടെ ഒക്കെ എരിവ് തന്നെ മതി. പച്ചമുളകും കൂടെ ആകുമ്പോൾ ഒത്തിരി എരിവാകണം ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് പച്ചമുളക് അങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ ഇതായിട്ട് വഴറ്റുവാണ് കേട്ടോ. അല്ലാണ്ട് ആദ്യം സവോള ഇട്ടിട്ട് പിന്നെ തക്കാളി അങ്ങനെയൊന്നും അല്ല. അപ്പോൾ നമുക്കത് വഴറ്റിയിട്ട് കറിയൊക്കെ ഒന്ന് തിളച്ച് സെറ്റായി കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഇത്തിരി അണ്ടിപ്പരിപ്പ് അരച്ചിട്ട് അതിനകത്തോട്ട് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. എല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് കുറച്ച് ഉപ്പ് ഇട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതുപോലെ വഴറ്റിയിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇത് ഫുള്ള് നല്ലപോലെ വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് അതിലോട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചാറൊക്കെ ആക്കിയിട്ട് അങ്ങനെ പീസ് ഇട്ടിട്ട് എടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു തിക്നെസ് കിട്ടും.
അപ്പോൾ നമുക്കിന്ന് വേണമെങ്കിൽ ഒന്ന് അരച്ച് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാൻ സാധാരണ ഇതിൽ വഴണ്ട് വരുമ്പോൾ പൊടിയിട്ട് അങ്ങനെ എടുക്കാറ്. ഇന്ന് നമുക്ക് ഇത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ മിക്സിയിലിട്ട് അരച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. തിക്ക് ഗ്രേവി ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇതാ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഞാനൊരു 3-4 അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം ചെറിയായിട്ട് വെള്ളം ചേർത്ത്. അപ്പോൾ അതാ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളത് അരച്ചിട്ട് മിക്സിയിലിട്ട് എല്ലാം കൂടെ അരച്ച് റെഡിയാക്കിയ കാരണം നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ വേവട്ടെ, അപ്പോൾ നമുക്ക് ഇറക്കാം. അപ്പോൾ അതാ എന്തായാലും കറി നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല മണമൊക്കെ വരണുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ അരച്ചിട്ട് അങ്ങനെ വഴറ്റിയിട്ട് അരച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.